ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിലെ ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ രാവിലെ തന്നെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഞാൻ ഓഫീസിലെത്തി. കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും കൂടി പൂക്കളൊക്കെ ശരിയാക്കാൻ വേണ്ടി നിന്നു. കുറച്ച് നേരം വൈകിയിട്ടായിരുന്നു പൂക്കളൊക്കെ ഇട്ടത്. ശേഷം ബിൽഡിങ്ങിലെ ഭാരവാഹികൾ, പ്രസിഡൻറ്റ്, സെക്രട്ടറി മെമ്പേഴ്സ്, ബിൽഡിംഗ് ഓണർ അവരെല്ലാവരും കൂടിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് തിരി തെളിച്ച് ഓണ സെലിബ്രേഷന് തുടക്കം ഇട്ടു. ഓണം എന്ന് പറയുമ്പോൾ ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിവസമാണ്. എല്ലാ മലയാളികൾക്കും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റിയൊരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സന്തോഷത്തോടു കൂടിയിട്ടാണ് ഓരോ ഓണവും നമ്മൾ നടത്തേണ്ടത്, നമ്മൾ ആഘോഷിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞങ്ങളും ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് കൂട്ടായ്മയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ആ ഓണം ആഘോഷിച്ചത്. അങ്ങനെ സാറിൻ്റെ സ്വാഗത പ്രസംഗം, ഓണാശംസകൾ നേർന്നുകൊണ്ടൊരു പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം സുന്ദരിക്ക് പൊട്ട് തൊടൽ എന്നൊരു ചെറിയൊരു ഗെയിമാണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കാരണം ഒരുപാട് നേരം വൈകിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓണസദ്യ നേരത്തെ കഴിക്കണം എന്നാണല്ലോ നമ്മൾ പറയാറ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഓണസദ്യ കഴിച്ചു. എല്ലാ കറികളും ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കസേരക്കളി ഉണ്ടായിരുന്നത്. ലേഡീസിൻ്റെ കസേരക്കളി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷമായിരുന്നു ജെൻസിൻ്റെത് ഉണ്ടായിരുന്നത്. ജെൻസിൻ്റെ സൂപ്പറായിരുന്നു, അടിപൊളി തമാശയായിരുന്നു, ഒന്നും പറയാനില്ല അതിൽ. അതിനുശേഷം ലെമൺ സ്പൂണ് എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. ലെമൺ സ്പൂണൊക്കെ ഞങ്ങൾ കളിച്ചു. പിന്നെ കുറച്ച് വർക്ക് ഉണ്ടായിട്ട് ഞാൻ ഓഫീസിലോട്ട് പോയി. മുകളിലെ നിലയിലാണ്. അപ്പോൾ മുകളിലോട്ട് പോയി. അങ്ങനെ വടം വലിച്ചു. വടം വലി ഇല്ലാതെ ഓണം ഇല്ല അല്ലേ. അങ്ങനെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഉണ്ടായിരുന്നു. ശേഷം ലാസ്റ്റ് ആയപ്പോൾ ബിൽഡിങ്ങിൽ തന്നെ ഒരു കുട്ടി ക്ലാസിക്കൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, സൂപ്പർ ഡാൻസ് ആയിരുന്നു. അങ്ങനെ പിന്നെ ചേട്ടന്മാരുടെ വക കുറച്ച് ദപ്പാങ്കുത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന സൂചി കോർക്കലുണ്ടായിരുന്നു, നടന്നുകൊണ്ട് സൂചി കോർക്കൽ ഉണ്ടായിരുന്നു. പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിവർക്കുള്ളതായിരുന്നു. അങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിയുമ്പോൾ ഒരുവിധം സമയമായിട്ടുണ്ട്. 6 മണി 6:30 ആ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വൈകിയല്ലോ. അപ്പോൾ നമുക്ക് നേരം വൈകിട്ട് പോകാൻ ഉള്ളൊരു ഇരുട്ടായല്ലോ. അതുകൊണ്ട് അങ്ങനെ പ്രൈസൊക്കെ നമ്മൾ വിതരണം ചെയ്തു, എല്ലാവർക്കും ഇതൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ട്, ഐക്യത്തോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു ഓണം ആഘോഷിച്ചു. എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ പ്രൈസ്, അത് വർക്കായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇതാ കണ്ടില്ല, ഇരുട്ടായി. എന്നിട്ടും ആരും പോകുന്നില്ല. ദപ്പാങ്കൂത്താണ് അവിടെ ഓണം കൊട്ടിക്കലാശം എന്ന് പറയുന്നത് പോലെ. അങ്ങനെ ഹോസ്റ്റലിലൊക്കെ എത്തി ഫുഡൊക്കെ കഴിച്ച് ഇതാ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ബൈ ബൈ.